നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പരമേശ്വരന്റെ വധശ്രമത്തിൽ ഇനിയും നടത്തുന്ന വരുണിന്റെ നാടകം തന്നെയാണ് വരുണിന്റെ ഭാഗത്തു നിന്നുള്ളതെങ്കിൽ അത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാം. സാറിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഉത്തരം സാറിന് പറഞ്ഞു തരണം. സാർ, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനെയാണ്. അത് എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം. എൻ്റെ അച്ഛനും അത് നന്നായിട്ട് തന്നെ അറിയാം. മിസ്റ്റർ വരുൺ, ഈ സ്നേഹത്തിന്റെ കഥകളൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ നിത്യേന കേൾക്കുന്നതാണ്. ഡ്യൂട്ടിയിലിരിക്കുന്ന ഞങ്ങളുടെ മുന്നിൽ നടക്കുന്ന സ്നേഹത്തിന്റെ ഡ്രാമ ഒരുപക്ഷെ വേറെ ആർക്കും കാണാൻ പറ്റില്ല. സ്വന്തം അച്ഛനെ കൊന്നവനെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന് ചോദ്യം ചെയ്യുന്നു. അവൻ ഞങ്ങൾക്ക് മുന്നിൽ ഒരുപാട് കഥകൾ പറയുന്നു, കരയുന്നു, ചിലപ്പോൾ സ്വയം ദ്രോഹിക്കുന്നു. പക്ഷേ 2-3 ദിവസത്തിനുള്ളിൽ ചെയ്തത് അയാളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ അയാളുടെ ഒരു ഇരിപ്പുണ്ട്. താൻ അഭിനയിച്ചതൊക്കെ വെറുതെ ആയി പോയല്ലോ എന്നൊരു ഇരിപ്പ്. സാറിൻ്റെ അനുഭവങ്ങളൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ. സാർ അറ്റ്ലീസ്റ്റ് അച്ഛനെ കൊല്ലാൻ എനിക്ക് എന്തിനു തോന്നുന്നു അതെങ്കിലും എനിക്കൊന്ന് പറഞ്ഞതാ. പറഞ്ഞുതരാം. അതിസമ്പന്നതയുള്ള കുടുംബങ്ങളിൽ വഴക്കും കൊലപാതക ശ്രമവും ഒക്കെ നടക്കുന്നത് അധികാരത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഇത്രയും കാലം കണിമംഗലത്തെ സ്വത്ത് കൈകാര്യം ചെയ്തിരുന്നത് കണിമംഗലം പരമേശ്വരനാണ്. പക്ഷേ 2 ദിവസം മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന ഒരു രേഖ പ്രകാരം സ്വത്തിന്റെ പരിപൂർണ അധികാരം വരുണിന്. അതെങ്ങനെ സംഭവിച്ചു? എൻ്റെ അറിവിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. ആ ധാരണ തെറ്റാണ്. നിങ്ങളുടെ കമ്പനിയുടെ ലീഗൽ സൈറ്റ്സ് നോക്കുന്ന അഡ്വക്കേറ്റിനെ ഞാൻ വിളിച്ചു വരുത്താം. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രേഖകൾ പരിശോധിക്കാം. പ്രത്യേകിച്ചും ആരും അറിയാതെ അങ്ങനെ ഒരു ഡീല് നടന്നിട്ടുണ്ടെങ്കിൽ അതിനു പിറകെ കണിമംഗലം പരമേശ്വരന് ജീവനൊരു ഭീഷണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വരുണാണെന്ന് ഞാൻ ധരിക്കുന്നതിൽ തെറ്റുണ്ടോ? സർ പ്ലീസ്. പണത്തിന് വല്ലാത്തൊരു മാന്ത്രികതയുണ്ട്. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. വരുണിന് ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ? സ്വാഭാവികമായും പരമേശ്വരൻ അയാളുടെ സമ്പത്ത് കുടുംബത്തിലുള്ള പലർക്കും വീതം വെക്കേണ്ടതാണ്. പക്ഷേ അതൊന്നും നടക്കാതെ ഒറ്റ രാത്രി കൊണ്ട് അത് ഒരാളുടെ പേരിൽ എഴുതി ചേർക്കണമെങ്കിൽ ആ ഡിസിഷൻ എടുത്തിരിക്കുന്നത് കണിമംഗലം പരമേശ്വരനല്ല, നിങ്ങളാണ്. സാർ, നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്? അച്ഛന്റെ അതിസമ്പന്നതയോട് ഒരിക്കലും ഒരു മോഹം തോന്നാത്ത ആളാ ഞാൻ. സാർ, ഞാൻ ഇത്രയും നാൾ വിദേശത്തായിരുന്നു. ഇവിടെ നിന്ന് അച്ഛൻ അയച്ചു തരുന്ന പണം കൊണ്ടല്ല ഞാൻ അവിടെ പഠിച്ചിരുന്നത്. സാർ, ഐ എം എ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ. ആ ജോലി ഞാൻ അവിടെ ചെയ്തിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ജീവിച്ചതും പഠിച്ചതും ഒക്കെ. പിന്നീട് ഞാൻ വിവാഹം കഴിച്ചത് ഒരു ശരാശരി താഴെയുള്ള കുടുംബത്തിൽ നിന്നാണ്. എന്നിട്ട് സമ്പത്തിന്റെ കണക്കുകൾ പറയാൻ വന്നിരിക്കുന്നു. ഇത് തന്നെയാണ് എന്റെ മുന്നിൽ വരുന്ന ക്രിമിനലുകൾ നടത്തുന്ന നാടകമെന്ന് ഞാൻ പറഞ്ഞു. സോ പരമേശ്വരന്റെ വധശ്രമത്തിൽ ഇനിയും നടത്തുന്ന വരുണിന്റെ നാടകം തന്നെയാണ് വരുണിന്റെ ഭാഗത്തു നിന്നുള്ളതെങ്കിൽ അത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാം. സാറിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ക്രിമിനൽസിനെ കൈകാര്യം ചെയ്ത് അതേ ബുദ്ധി തന്നെ ഇപ്പൊ സാറിനും. സാർ എന്നോടിപ്പോ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ശരിയായിട്ടുള്ള അഭിനയം. ഓക്കെ, നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വരുണ് അവസരങ്ങളുണ്ട്. അതുപോലെ വരുൺ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ എനിക്കും. ഐ വിൽ ഡു മൈ ഡ്യൂട്ടി. അതിനൊടുവിൽ വരുൺ കുറ്റക്കാരനാണെങ്കിൽ നോ ഡൗട്ട് ഒരു കരുണയുമില്ലാതെ നിങ്ങളെ ഞാൻ കൈകാര്യം ചെയ്തേക്കും. യു മേ ഗോ നൗ. സർ, നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളുടെ പ്രൊഫഷനിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. എന്നെപ്പോലെ ഒരാളെ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങളുടെ മനസ്സിൽ അല്പം സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യും. എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അച്ഛനെ ഞാൻ ദ്രോഹിച്ചു എന്ന് പറയുന്ന ഓരോ നിമിഷവും താങ്കളാണ് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്റെ അച്ഛനോടുള്ള ഇഷ്ടം സത്യമാണെങ്കിൽ
കരുതി കൂട്ടി നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഞാനിതിൽ തോൽക്കില്ല സർ. ഒരു സങ്കടം വന്ന് പറയുന്നവർക്ക് എത്ര പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നവരാ കണിമംഗലത്തുകാര്. ഇവിടുന്ന് ഒരുത്തനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് അന്വേഷിക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയായി. പരമേശ്വരൻ വീണ് കിടക്കുന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. മുത്തശ്ശി ചെറിയച്ഛനെ കുറ്റപ്പെടുത്തണ്ട. അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസ് നിസ്സാരമല്ലല്ലോ. വരുൺ പരമേശ്വരനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് നീ കണ്ടോ? ഒരു പോലീസുകാരൻ വന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് കരുതി വരുണിനെ കുറിച്ച് അനാവശ്യം പറയാൻ നിക്കണ്ട. അത് ക്ഷമിക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. ചന്ദ്രേട്ടൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടമ്മേ. കുറെ പേരെ വിളിച്ചിരുന്നു. എന്തു മലമറിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാര്യം നടന്നോ ഇല്ലയോ അതല്ലേ പ്രധാനം. എനിക്കറിയാം വക്കീലിനെ വിളിക്കാനും സ്റ്റേഷനിൽ നേരിട്ട് പോവാനും. നിങ്ങൾ എന്താ ചന്ദ്രേട്ടായി കാണിക്കുന്നത്? വരുണിനെ പുറത്തെത്തിക്കാൻ നിങ്ങളെ കൊണ്ട് ഇതുവരെ സാധിച്ചില്ലല്ലോ. അമ്മ അതും പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുക. എന്തായി ചന്ദ്രശേഖര? വരുണിനെ എപ്പോ വിടാന്ന് അവര് പറഞ്ഞത്? അതെ അമ്മേ, ഈ അറസ്റ്റ് ചെയ്ത ഡിവൈഎസ്പി ആളൊരു കുഴപ്പക്കാരനാണ്. ആര് വിളിച്ചു പറഞ്ഞാലും അയാൾ തന്നിഷ്ടത്തിനെ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാ. അയാളുടെ തന്നിഷ്ടത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുത്താലേ വരുൺ നാളെ ജയിലിലേക്ക് പോവും. അതിന് സമ്മതമാണോ നിനക്ക്? കണിമംഗലത്ത് മകൻ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് നാട്ടുകാര് സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ ഈ നാട്ടില് നമ്മൾ ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അമ്മ വിഷമിക്കണ്ട. ഞാൻ എന്തായാലും ഇത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. വരുൺ പുറത്തു വരുന്നത് മാത്രമല്ല, ഇത്തരമൊരു കേസ് ചമച്ചുണ്ടാക്കി വരുണിനെ കസ്റ്റഡിയിലെടുത്തതിന് അയാളെ ശിക്ഷിച്ചാലേ എനിക്ക് സമാധാനം കിട്ടൂ. വാക്കുകളൊക്കെ നന്നാവുന്നുണ്ട്, പക്ഷേ അത് പ്രവൃത്തി കൂടി വേണം. ഒന്നും സംഭവിക്കാതെ വരുൺ എന്റെ മുമ്പിൽ തിരിച്ചെത്തിയിരിക്കണം. അത് നിന്നെ കൊണ്ട് സാധിക്കില്ലെങ്കിൽ അത് ഈ നിമിഷം നിനക്ക് എന്നോട് തുറന്നു പറയാം. കണിമംഗലത്ത് ആണുങ്ങൾ ഇറങ്ങിയാൽ മാത്രമല്ല കാര്യങ്ങൾ നടക്കുന്നത്. അമ്മ എങ്ങോട്ടും ഇറങ്ങണ്ട. ഏട്ടനില്ലാത്തപ്പോ കാര്യങ്ങൾ നോക്കേണ്ടത് എന്റെ ചുമതലയല്ലേ. കണിമംഗലത്തെക്കുറിച്ച് ആരും ദോഷം പറയില്ല. കണിമംഗലത്തെ ആർക്കും ദോഷം സംഭവിക്കുകയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.